നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ്, ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ പ്ലീസ്. മദർ യൂണിവേഴ്സ്, താങ്ക് യു മദർ യൂണിവേഴ്സ്. മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഒരു ഓവറോൾ എനർജിയും എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് വരുന്നതെന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവായ കാര്യങ്ങളെ വിട്ടേക്കുക. റെസനേറ്റ് ആവാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ എനർജി ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അതർ വ്യൂവേഴ്സ് പ്ലീസ് ഗെറ്റ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് വരുന്ന ഒരു ഓവറോൾ എനർജിയും അവരുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ എന്തൊക്കെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് വരുന്നത്. പീസ് ഓഫ് പെൻഡക്കിൾസ്, ബോട്ടം ഓഫ് പെൻഡക്കിൾസ്. ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. അതിനെ കിട്ടിയിരിക്കുന്നത് ദി ഹെർമിറ്റ് ആണ്. നിങ്ങളിപ്പോൾ ശരിക്കും നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ശരിക്കും ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയം നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു സമയമാണ്. ഈ സമയത്തെ അങ്ങനെ കണക്കാക്കിയിട്ട്, ഈ ഒറ്റപ്പെടലിനെ നിങ്ങൾ അങ്ങനെ കണക്കാക്കിയിട്ട് മുന്നോട്ട് പോകാൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പ്രകാശം, മുന്നോട്ട് പോകാനുള്ള പ്രകാശം ലഭിക്കും. നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക, സെൽഫ് ലവ് ചെയ്യാന്നാണ് പറയുന്നത്. നിങ്ങളൊരു എന്നിട്ട് ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം, എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോഴുള്ള ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണ്. അതിന് നിങ്ങൾ ഒരു പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയും നിങ്ങൾക്ക് ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവുന്ന എന്ത് കാര്യമാണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും നിങ്ങൾ ഭയക്കാതെ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും. നിങ്ങൾ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നൊക്കെ പോവുക. നിങ്ങൾക്ക് ലൈഫിൽ ഒന്നിലൊരു ചതി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും വിശ്വസ്തരായ ആളുകളുടെ കയ്യിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അത് റിലേഷൻഷിപ്പിലായിരിക്കാം, കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലായിരിക്കാം. മറ്റു ബന്ധുക്കളിൽ നിന്നോ ആരിൽ നിന്നൊക്കെയോ നിങ്ങൾക്കൊരു ചതി നേരിടേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നേരിടേണ്ടി വരും. ആ ഒരു കാര്യത്തിൽ നേരിടേണ്ടി വരും എന്നുള്ള, ഇതുവരെ നേരിട്ടിട്ടില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യം വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ബർഡൻസ്, ഭാരങ്ങൾ ഇപ്പോഴേ ഉണ്ട്, ഇനിയും കൂടുതൽ ഭാരങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ട് മുന്നിലേക്കുണ്ട്. അത് നിങ്ങൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളെ എന്ത് കാര്യങ്ങളാണോ അത് അടുക്കും ചുറ്റിയോടും കൂടി നിങ്ങൾ ആ ഭാരങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. അത് ശരിയായ രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് വളരെ വലിയൊരു ബർഡനായിട്ട് മാറും. നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കുറച്ച് കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് ഒന്ന് കാത്തിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് സൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പറയുന്നത്. നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഒന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്ത് കാര്യങ്ങളെക്കുറിച്ചിട്ടും വളരെയധികം ആലോചിക്കേണ്ട സാഹചര്യമാണ്. നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് എന്ത് കാര്യം ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് ഒന്ന് ചിന്തിച്ച് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാൻ നിൽക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷമത്തിന് ഇടവരും. ഇപ്പോൾ ട്രേഡിങ്ങോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏത് ഇൻവെസ്റ്റോ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ വിഷമിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്കൊരു പ്രോസ്പിരിറ്റി ഒക്കെ വരും. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും സ്നേഹമാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ബഹുമാനമാണെങ്കിലും എല്ലാം ഒന്ന് ലോസ് ആയ മാതിരിയാണ്. നിങ്ങളുടെ ലൈഫിലെല്ലാം ഒന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു ലൈഫ്
നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാവരും സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ആവുന്നതാണ്. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പി മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു വളരെ സന്തോഷവും ഒക്കെ വരാൻ പോകുന്നുണ്ട്. 10 ഓഫ് കപ്പും 4 ഓഫ് വണ്ടും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആയിട്ട് ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരു യാത്ര പോവുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പാഷനേറ്റഡ് ആയിട്ടുള്ള നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ നിങ്ങളിൽ നിന്നിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ പുതിയ വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ആദ്യമേ തൊട്ട് ഫസ്റ്റ് ടു നിങ്ങൾ ഒരു ലൈഫ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അടിത്തറ തൊട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്താൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ പഴയ ഓർമ്മകളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ നല്ല ഓർമ്മകളെ നിങ്ങൾ കൊണ്ടുവരികയും നിങ്ങൾക്ക് വിഷമിക്കുന്ന ഓർമ്മകളെ നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് പൂർണ്ണമായിട്ട് മാറ്റുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് അല്ലെങ്കിൽ എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നേ നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. താങ്ക് യു ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സിന് എന്ത് മെസ്സേജസ് ആണ് അല്ലെങ്കിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ് ഏഞ്ചൽസ് എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. താങ്ക് യു ഏഞ്ചൽസ്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആരിൽ നിന്നൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൈഫിൽ അത്രയും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു മെൻ്റലി ഒരു സപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിലും സാമ്പത്തികം എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് ആവശ്യം വരുന്ന സമയത്ത് അത് മടിക്കാതെ നിങ്ങൾക്ക് പറ്റിയ എല്ലാവരോടും നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അത് ലഭിക്കും, നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കും എന്നുള്ള വ്യക്തികളോട് നിങ്ങളത് ചോദിക്കാൻ മടിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വ്യക്തിയോട് അത് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്, ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചതി പറ്റിയെന്ന് പറഞ്ഞില്ല, ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കാം. ആണെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്നിട്ട് ലെറ്റ് ഗോ ചെയ്യുക. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ നെഗറ്റീവായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോൾ വേറെ ലൈഫിലേക്ക് എന്താണ് വരുന്നത്? ജസ്റ്റ് പ്ലീസ് ഇഫ് യു ബിലീവ്. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് വിശ്വാസമാണ്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, എന്നിട്ട് വിശ്വസിക്കുക. യൂണിവേഴ്സിനെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് പോസിറ്റീവായിട്ട് ആഗ്രഹിച്ചാലും ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് അപ്പോൾ ഇന്നത്തെ റീഡിങ്. താങ്ക് യു.